ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ഓരോ ഇന്ത്യക്കാരുടെയും സന്തോഷവും അഭിമാനവും രാജ്യസ്നേഹവും വാനോളം ഉയർത്തിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. 200 വർഷത്തിലധികം കാലം നമ്മുടെ നാടിനെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി സത്യത്തിൻ്റെയും അഹിംസയുടെയും മാർഗങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ഗാന്ധിജിയും നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ബാലഗംഗാധര തിലകും ബോംബുകളും തോക്കുകളും കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാനാകില്ല, വിപ്ലവത്തിന്റെ വാൾ മുറിച്ചു കൂട്ടേണ്ടത് ആശയങ്ങളുടെ പുരകല്ലിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഭഗത് സിംഗും രാജ്യസ്നേഹികളായ ഒട്ടനവധി ധീര നേതാക്കളും സാധാരണക്കാരും സ്വന്തം ജീവനും രക്തവും ത്യാഗം ചെയ്ത് 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഈ അവസരത്തിൽ ഞാൻ ആ ധീര ദേശാഭിമാനികളെ ഓർക്കുകയും അവർക്ക് സ്നേഹാദരവുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു ചുമതല ഏറ്റെടുത്തു. ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ നമ്മുടെ ത്രിവർണ്ണ പതാക പാറിപ്പറന്നുയരുകയാണ്. ഓരോ ഭാരതീയർക്കും അഭിമാനത്തിന്റെ നിമിഷമാണ്. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം പുരോഗതികളുടെ പടവുകളിൽ എത്രയോ കയറിയിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതികം, വൈദ്യശാസ്ത്രം, വാർത്താവിനിമയം എന്നീ മേഖലകളിലെല്ലാം നമ്മുടെ രാജ്യം നിർണായക നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ചന്ദ്രയാനും മംഗളയാനും ബഹിരാകാശ യാത്രികരും ക്രിക്കറ്റ് ലോക കിരീടങ്ങളും ഇതെല്ലാം നമ്മുടെ നേട്ടങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ചിലപ്പോഴെങ്കിലും കലുഷിത സാഹചര്യങ്ങൾ ഉരുത്തിരിയാറുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗങ്ങൾ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന പീഡനങ്ങളും ശിശുഹത്യകളും ഇതെല്ലാം ആവർത്തിക്കുമ്പോൾ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നുവോ എന്ന് സംശയിച്ചു പോകുന്നു. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചു പോയപ്പോൾ സന്നദ്ധ പ്രവർത്തകരും ജനങ്ങളും സൈന്യരും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അങ്കോളിയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ യുവാവിന് വേണ്ടി ഒരു നാട് ഒട്ടാകെ ഒരുമിച്ചു. നാനാത്വത്തിൽ ഏകത്വം എന്ന മന്ത്രം ലോകത്തിനെ കാട്ടിക്കൊടുത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.